ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് സൗഹൃദങ്ങളെ തേടിയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. എങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒരുപാട് ആളുകളുമായി നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. അത് ആണുങ്ങളാവാം, പെണ്ണുങ്ങളാവാം, ഏത് തരത്തിലുള്ള ആളുകളുമായി നമുക്ക് വീഡിയോ കോൾ ചെയ്ത് നല്ല സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷനിൽ തെറ്റായ ഒരു ഭാഗം കൂടിയുണ്ട്. അഡൽട്ട് ആയിട്ടുള്ള ലേഡീസുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സുഹൃത്ത് ബന്ധം ആവശ്യമുള്ള ആളുകൾ മാത്രം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എനിക്ക് നിർബന്ധിച്ചുകൊണ്ട് ആരെയും ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നില്ല. കാരണം ഈ ആപ്പ്, ഇങ്ങനെയുള്ള ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ കയ്യിൽ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യക്കാർ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുക. അതിൻ്റെ പ്രവർത്തന രീതി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇത് നല്ലൊരു ആപ്പും തന്നെയാണ്, പക്ഷേ ഒരു മോശപ്പെട്ട ഒരു ആപ്പും തന്നെയാണ്. കാരണം എല്ലാ രീതിയിലുള്ള ആളുകളും അടങ്ങുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും അതിൻ്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അല്ല, നിങ്ങളുടെ കുട്ടിയുടെ മൊബൈൽ ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഗൂഗിൾ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ആദ്യം ഉണ്ടാവുക. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഇപ്പം ബാക്കോട്ടുള്ള ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ പേര്, കാര്യങ്ങൾ, നിങ്ങൾക്ക് കാറ്റഗറി ബേസ്, നിങ്ങൾ ആണാണോ പെണ്ണാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ടാവും. അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് എക്സ്പ്ലോർ എന്നും മെസ്സേജ് എന്നും ലൈവ് എന്നും മീ എന്നും കാണിക്കും. അപ്പോൾ മീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു പുതിയ സൗഹൃദം നിങ്ങൾക്ക് തേടി പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. മലയാളീസ് വളരെ കമ്മിയാണ്, എങ്കിലും ഹിന്ദി, ഇംഗ്ലീഷുള്ള പോലുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് വൾഗറായിട്ടുള്ളതും ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആരെയാണോ വേണ്ടത് അത് ആ ആളെ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഈ കാണുന്ന സനൽ അമിത് എന്ന് പറയുന്ന ഒരാളെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. അതുപോലെ മെസ്സേജ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന മെസ്സേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അയാൾ 7 മിനിറ്റ് മുമ്പ് ഓൺലൈനിൽ ഉണ്ട്, നമുക്ക് അയാൾക്കൊരു ഹായ് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഹായ് കൊടുക്കുക. ഹായ് കൊടുത്ത് ആ ആളുമായി വീഡിയോ കോൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് കൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ആ ആളെ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ക്യാമറ ബ്ലർ ആയിട്ടുള്ളത്. സ്ക്രീൻ റെക്കോർഡർ ഇതിൽ അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആളെ വ്യക്തമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോസ്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ അയക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് താഴെ മെസ്സേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് അയക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് താഴെ ലൈവ് എന്നുള്ള ഓപ്ഷനുണ്ട്. ലൈവ് എന്നുള്ള ഓപ്ഷനിൽ ആരെങ്കിലും ഇപ്പോൾ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ലൈവ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ലൈവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതുപോലെ ലൈവ് നടത്തുന്നുണ്ടാവും. ഈ ലൈവുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് വാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വൾഗറായിട്ടുള്ളതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ ലൈവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കൂടുതലായി പ്ലേ ചെയ്യിക്കില്ല, കാരണം അത് ഏത് രീതിയിലുള്ള ലൈവാണ് വരുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൊണ്ട് ജസ്റ്റ് ഓക്കെ, ഒരു സുന്ദരനായ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ ലൈവ് ഒന്ന് നോക്കാം. ഒരു ഇന്തോനേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതുപോലെ അയാളുടെ ലൈവ് നമുക്ക് കാണാം. അതിന് അടിയിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഹായ് എന്നോ ടൈപ്പ് എന്നോ എന്താ വേണ്ട നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ലൈവ് നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരാളത് കാണുമെങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളെ ലഭിക്കും. ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആപ്പാണ്. കാരണം ഇതിൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം ചെറിയ കുട്ടികൾക്കുള്ള ഒരു ആപ്പല്ല. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പ്രവാസികളായ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണിത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇന്ന് എനേബിൾ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ നമുക്ക് എനേബിൾ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എനേബിൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ബാക്ക് അടിച്ച് കൊടുത്തേക്കാണെങ്കിൽ അത് അതിന് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആരുമായും നമുക്ക് ഇതുപോലെ ചാറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലേഡീസ് ഉണ്ട്, ആ ലേഡീസുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈവ് ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്യാതെ ജസ്റ്റ് ബാക്ക് അടിച്ചേക്കാണെങ്കിൽ അത് അവർക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒട്ടനവധി വെറൈറ്റി ആയിട്ടുള്ളത് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആളുകളുമായി ഇതുപോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ അറിവ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.